ഇത് ഫ്രഞ്ച് ബുൾഡോഗാണ്. ഇവരുടെ തന്നെ കുറച്ചുകൂടി വലിയ ടൈപ്പ് ബുൾഡോഗുകൾ, പിന്നെ അമേരിക്കൻ ബുള്ളി, പല ടൈപ്പ് വേറെയുണ്ട്. വേറെ ബ്രീഡുകളാണ്. ഇത് ഫ്രഞ്ച് ബുൾഡോഗ് എന്ന് പറയും. ഇവരുടെ ഭയങ്കര ആക്റ്റീവാണ്. ഒരു നിമിഷം പോലും വെറുതെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല. പിന്നെ ഇത് ഏത് പെറ്റ് ലവേഴ്സും ഡോഗ് ലവേഴ്സും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഇനമാണ് ഇത്. കാരണം ഇവൻ്റെ ആ ഫേസ് ഒരു ക്ലോണിൻ്റെ ഒരു രീതിയിലുള്ള മുഖഭാവവും, പിന്നെ ഇല്ലെങ്കിൽ വാവലിൻ്റെ ഫേസും ഒക്കെ ആയിട്ട് വലിയ ചെവിയും ഒക്കെ ആയിട്ടുള്ള ഒരു രൂപമാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു വൈരൂപ്യമാണെന്ന് തോന്നുന്നുവെങ്കിലും ആ വൈരൂപ്യത്തിലുള്ളൊരു എന്താ പറയുക സൗന്ദര്യം, അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഒരിക്കലും ഈ ഡോഗ് ലവേഴ്സ് ഒരു തവണ ഒരു ഫ്രഞ്ച് ബുള്ളിനെ വളർത്തി കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ ബ്രീഡ് വെച്ച് മതിയാക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആക്ടിവിറ്റീസാണ്. ഒരു നിമിഷം പോലും പുറത്ത് വെറുതെ ഇരിക്കാത്ത രീതിയിൽ എപ്പോഴും ആക്റ്റീവായിരിക്കും. എന്ത് ഒരു ചെറിയ ജീവിയെയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്നു, എന്തെങ്കിലും ടോയ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്നു. ഒരു നിമിഷം വെറുതെ ഇരിക്കത്തില്ല. ഇപ്പോൾ ചെറിയ പോണ്ട്, കുളം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പോയി ചാടുന്നു. അങ്ങനൊരു പ്രത്യേക സ്വഭാവം ഇതിനുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല വെറൈറ്റി നായ്ക്കളിലും ഇല്ലാത്ത വേറൊരു ശീലം എന്ന് പറയുന്നത്, ഇവരെ ഗ്രൂപ്പായിട്ട് വളർത്തുകയാണെങ്കിൽ ഇവരിൽ തന്നെ ഒരു ലീഡർ ഉണ്ടാവും. ഇപ്പോൾ വേറെ പല ജന്തുക്കളിലും, ഇപ്പോൾ ആനയിലും ഒക്കെ കാണുന്നത് പോലെ ആ ഗ്രൂപ്പിലൊരു ലീഡർ എന്ന് പറയുന്ന ഇത് ഉണ്ടാവുന്നത് പോലെ തന്നെ ഇവരുടെ ഇടയിൽ ഒരാൾ, വളരെ ശക്തനായിട്ടുള്ള ഒരാൾ, ഒരു ലീഡർ ഉണ്ടാവും. അവൻ ബാക്കി എല്ലാത്തിനെയും ഒന്ന് മെരുക്കുന്ന രീതിയിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു പ്രവണത ഈ ബ്രീഡിൽ കാണുന്നുണ്ട്. എല്ലാ നായ്ക്കളിലും അതില്ല, പക്ഷേ അങ്ങനെ ഉള്ളൊരു സ്വഭാവം ഇവർക്കുണ്ട്. ഒരാൾ ഫ്രണ്ടിൽ പോകുന്നു, അതിൻ്റെ പുറകെ ബാക്കിയുള്ളവരിങ്ങനെ ഓടുന്നു. എനിക്ക് ഏകദേശം ഒരു 15 എണ്ണം തന്നെ ഇവിടെ ഒരേ സമയത്ത് അറ്റ് എ ടൈം 15 എണ്ണത്തോളം ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പിന്നെ കുറച്ചിട്ടാണ്. ഇപ്പോൾ 3 എണ്ണം ഉണ്ട്. അടുത്ത ആഴ്ച ഒരു 5 എണ്ണവും കൂടി എനിക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ 3 മെയിലുകളാണ്. 5 ഫീമെയിലിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച ബാംഗ്ലൂരിൽ നിന്ന് എത്തും. സാധാരണ ടോയ് ബ്രീഡിനെ സംബന്ധിച്ചതുപോലത്തുള്ള ഫുഡ് തന്നെയാണ്. പൊതുവേ ഹീറ്റ്, അതായത് ചൂട് സമയമാകുമ്പോഴത്തേക്കും ഫുഡ് കുറച്ചൊന്ന് കുറയ്ക്കുന്നുണ്ട്. അല്ലാതെ ഡ്രൈ ഫുഡായാലും നമുക്ക് അത് മാത്രം കൊടുത്തും വളർത്താം. പിന്നെ കുറച്ച് ആഹാര രീതി വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഡോഗിനെക്കാട്ടും കുറവാണ് സാധാരണ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ആക്ടിവിറ്റിയുടെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ 18 എണ്ണം ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് മക്കളെ പോലെയായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിറകെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മക്കളെക്കാട്ടിയും നല്ലതായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുടുംബക്കാരെല്ലാവരും കൂടി ചോദിച്ചു, അതെന്താണ് നിൻ്റെ മക്കളെക്കാട്ടി ഇങ്ങനെയെന്നൊക്കെ പറയുന്നല്ലേ. ഞാൻ പറഞ്ഞു അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അത് പറഞ്ഞത് തന്നെ. ഒരു സമയത്ത് ആദ്യമായിട്ട് എടുത്തൊരു മദർ ഉണ്ടായിരുന്നു ഞങ്ങളിൽ. അതൊരു ഡെലിവറി ആയി. അപ്പോൾ ഡെലിവറി ടൈമിൽ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളെ വിട്ടിട്ടാണ് പോയത്. ആ ടൈമിൽ, അതായത് ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ ഡെലിവറി ആയി തിരിച്ചു വരണത് വരെ, അതായത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഡെലിവറി ആയുള്ളൂ എന്നുള്ളതാണ് വിഷയം. കാരണം ഞാൻ അവളുടെ അടുത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ആ ഒരു സെക്യൂരായിട്ട് ഒരു ഇത് തോന്നിയതാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഫീൽ. അപ്പോൾ അന്നത്തിന് ശേഷം എനിക്ക് അത് അത്രത്തോളം കൂടുതൽ അവരിലൊരു വിശ്വാസവും ഇതുമൊക്കെ ആയിട്ട് ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് സാധാരണ ഡോഗ് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ വൈറ്റമിൻ എന്ന് പറയുന്ന അയണിൻ്റെ സിറപ്പ് കൊടുക്കാറുണ്ട്. പിന്നെ വന്നിട്ട് ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഇറച്ചിച്ചോറ് കുറച്ചേ കഴിക്കുന്നുള്ളൂ. എന്നാൽ അതും ഒരു നേരം കുറച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യും. അതനുസരിച്ചുള്ള ഫുഡ് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഹീറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ടാണ് കൂടുതലും ഇവരിൽ മരണം ഒക്കെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചുറ്റുപാടിൽ ഇവർക്ക് ഈ വെയിലൊന്നും അത്രത്തോളം സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫുൾ ടൈം ഫാനൊക്കെ വേണം, പ്രൊവൈഡ് ചെയ്യണം. പിന്നെ കുടിക്കാൻ എപ്പോഴും വെള്ളം ഉണ്ടാവണം. ട്രാവലിങ് AC-യിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഹീറ്റ് സ്ട്രോക്ക് വരുന്ന ഒരു ബ്രീഡാണ് ഫ്രഞ്ച് ബുൾഡോഗ്. സാധാരണ
ഈ ബ്രീഡ് വന്നിട്ട് സാധാരണ ഈ നോസിൻ്റെ ഇവിടുത്തെ വെട്ടുണ്ടല്ലോ അവിടെ വന്നിട്ട് ഇച്ചിരി ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ കണ്ണ് പുറത്തോട്ട് ബൾജ് ചെയ്യുന്ന രീതിയിൽ പഗ്ഗിൻ്റെ ഒക്കെ ബ്രീഡ് ടൈപ്പ് പോലെയാണ്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ ചെവിയുടെ ഈ ഒരു പ്രത്യേകത, അതായത് ഓപ്പണിംഗ് ആയിട്ട് തുറന്നിരിക്കുന്നത് കാരണം കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം അകത്തോട്ട് കയറാതെയും ഈ ഇവിടുത്തെ പോർഷനൊക്കെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്ത് വേണം ഇവരുടെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട്. ബാക്കി ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ബ്രീഡും കൂടിയാണ്. അതാണ് ചൂട് സമയം അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചൂട് മാറുന്ന സമയത്ത് ഒരു പ്രത്യേക ഇതും ഫുഡിൻ്റെ കാര്യത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന ഒരു ബ്രീഡ് തന്നെയാണ്. അതുപോലെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അതിനകത്ത് അപ്പോൾ അതിൻ്റെ ആഴം അറിയത്തില്ല, അങ്ങനെയൊക്കെ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വാട്ടർ ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ ഇവരുള്ള വീടുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് മൂടിയിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാര്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇവിടെ ഫ്രണ്ടിൽ ടാങ്ക് ഉണ്ടായിരുന്നു. ഒരാൾ വന്ന് ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ബാക്കിയുള്ളതും വന്ന് കുട്ടികളാണോ എന്നൊന്നും ഫ്രണ്ടിൽ പോണ ഒരാൾ ചാടിക്കഴിഞ്ഞാൽ അടുത്ത ആളും വന്ന് ചാടിയിരിക്കും. പിന്നെ പക്ക ഒരു ഗാർഡ് ഡോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ സൈസൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷേ പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവൻ കുരയ്ക്കും. പിന്നെ ഇവർക്ക് പേടി എന്ന് പറയുന്നത് ഇല്ലയെന്ന് തന്നെ പറയാം. ഏത് വലിയ ബ്രീഡിനെയും പോയി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ റോട്ട് വെയിലറോ ഗ്രേറ്റ് ഡെയിനെ വരെ പോയി അറ്റാക്ക് ചെയ്ത ചരിത്രം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഡോഗ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവൻ്റെ ആ സൈസൊന്നും അവനെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. വലിയ ഗ്രേറ്റ് ഡെയിനെ തന്നെ ബാക്കിൽ നിന്ന് പോയൊക്കെ ചാടി അവനെ പിടിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ഭയമില്ല, അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടിൽ ചാടാനാണെങ്കിലും ശരി, വേറെ വലിയ ഡോഗിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെന്ന് ഈ അറ്റാക്ക് ചെയ്യാനുള്ളൊരു സ്വഭാവം ഇവനുണ്ട്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 13-14 വയസ്സ് തന്നെയാണ്. പിന്നെ ഇവന് സൂക്ഷിക്കേണ്ടത് സ്കിൻ ഡിസീസ്, പ്രത്യേകിച്ച് ബുള്ളി ബ്രീഡുകൾക്ക് സ്കിൻ ഡിസീസ് പെട്ടെന്ന് വരുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കുറച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസിലൊക്കെ ഈ വരയും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട്, റിങ്കിൾസൊക്കെ ഉള്ളതുകൊണ്ട് അതിനിടയിലൊക്കെ ഫംഗൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കെയർ ചെയ്യണം. സാധാരണ ഇവരുടെ പ്രൈസ് വരുന്നത് എല്ലാം ക്വാളിറ്റി അനുസരിച്ചാണ്. ഒരു 25 മുതൽ ഇവരുടെ പപ്പീസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇമ്പോർട്ട്, ചാമ്പ്യൻ അങ്ങനെയുള്ള ലൈനേജ് വരുമ്പോഴേക്ക് അതിൻ്റെ പ്രൈസ് കൂടും. 25 to 50, 75 വരെയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പപ്പീസ്. നേരത്തെ ഇതിലും നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി നേരത്തെയൊക്കെ ബ്രീഡ് ചെയ്തിട്ട് ഡൽഹിയിലോട്ട്, നോർത്തിലോട്ടൊക്കെ ധാരാളം കയറ്റി വിടുമായിരുന്നു. ബ്രീഡ് ചെയ്ത് അതിനെ ഇവിടെ പല ഷോയിലും കൊണ്ടുപോയി ചാമ്പ്യന്മാരാക്കിയതിന് ശേഷം നല്ല വിലയ്ക്ക് വെളിയിൽ കൊടുത്തിട്ടുണ്ട് ധാരാളം. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു, ഒരു കുറേ നാൾ ഇതിൻ്റെ ബ്രീഡിങ് അങ്ങ് നിർത്തി വെച്ചതാണ്. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ടോയ് ബ്രീഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിലും ആ ഒരു ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലത്തെ രീതിയിലൊക്കെ ഇവിടെ കളിക്കാറുണ്ട്. കാരണം ഒരിടത്ത് നിന്ന് ഒളിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കും, അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ കണ്ടുപിടിക്കുന്നത് പോലെ ഓടി വരും. ഇങ്ങനെയൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു ഡോഗും കൂടിയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് എത്രത്തോളം മക്കളെ പോലെ വളർത്താൻ സാധിക്കുമോ ആ രീതിയിൽ ഇവർ നമുക്ക് വളർന്നു വരികയും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഫ്രഞ്ച് ബുള്ളിൽ പ്രത്യേകിച്ച് വേറെ അങ്ങനെ ഒരു കളറ് പറയാൻ എല്ലാ കളറും, ഓൾമോസ്റ്റ് എല്ലാ കളറും ഫ്രഞ്ച് ബുള്ളിലുണ്ട്. ഇതിപ്പോൾ ബ്രൗണ്, ക്രീം, സ്നോ വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്രിണ്ടിൽ, അങ്ങനെ മിക്കവാറും എല്ലാ ഡോഗ്സിൻ്റെയും കളറുകൾ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഇവർക്ക്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ കോമ്പാക്റ്റ് ആണ്. ഇവൻ വളരെ കോമ്പാക്റ്റ് സൈസാണ്. അപ്പോൾ ഇവനൊരു 6 ഇഞ്ചാണ് ഇവൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഹൈറ്റും ഒരു 10 കിലോ വെയിറ്റും വരും. പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹെവിയുണ്ട്. മറ്റേ നേരത്തെ നിന്ന് ഇത് കുറച്ചുകൂടി ഹൈറ്റ് കൂടിയതാണ്. അതിനൊരു 10 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട്. ഒരു 15 കിലോ വെയിറ്റും ഉണ്ടാവും. ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. വലിയ പ്രശ്നങ്ങളില്ല, ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാലും വലിയ പ്രശ്നക്കാരല്ല. പക്ഷേ അത് വെളിയിൽ നിന്ന് വന്നതാണ്. അവൻ കുറച്ച് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ ഇടയ്ക്ക് നടത്തും. കുറേ കഴിയുമ്പോഴേക്കും അങ്ങ് മാറിക്കോളും. ആദ്യം ഒരു അരമണിക്കൂർ ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അടികൂടാനൊക്കെ ഉള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്.